ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, നമുക്കിത് ഡിന്നറായിട്ടും ലഞ്ചായിട്ടും ഒക്കെ വേഗത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. വളരെ തിന്നായിട്ടും ഒരു ഡിഫറെൻ്റ് ആയിട്ടുമാണ് നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കണ്ടിഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല തണുത്തിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ചൂടായിട്ടുള്ളതൊന്നും പാലെടുക്കണ്ട. നോർമലായിട്ടുള്ള പാല് മാത്രം എടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ഉപ്പ് ചേർക്കുകയാണ്. പിന്നെ ഇതാ അതേ കപ്പിൽ ഞാൻ ഒരു 4 കപ്പ് മൈദയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ഞാൻ ഒരു 2 കപ്പ് മൈദ ചേർത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. സ്പാച്ചിൽ വെച്ചിട്ടാണ് ഞാനൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നത്. ഈ 4 കപ്പ് മൈദ നമ്മൾ ഒന്നിച്ച് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് പണിയുണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ 3ാമത്തെ കപ്പ് മൈദയും ഇതിലേക്കൊന്ന് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ആ ഒരു കപ്പ് മൈദ കൂടി പിന്നെ നമുക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ തീരും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. ഈ ഒരു പാൽ വെച്ചിട്ടാണ് നമ്മളിതൊന്ന് കുഴച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് 1/2 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തതിന് ശേഷമാണ് ബാക്കി 1/2 കപ്പ് മൈദ കൂടി ചേർക്കുന്നത്. എന്നിട്ട് കൈ വെച്ചിട്ട് നമ്മൾ ഇതൊരു ഡോ പോലെ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു 5-10 മിനിറ്റ് ഒന്ന് കുഴച്ചെടുക്കാം. കൂടുതൽ സമയം നമ്മൾ കുഴച്ചെടുക്കേണ്ട. പാലാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ടിട്ട് തന്നെ ഈ ഒരു മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു 5 മിനിറ്റൊക്കെ മാത്രം നമുക്കിത് കുഴച്ചാൽ മതി. ഇനിയിപ്പോൾ ഞാനിത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് അടിയിൽ ഞാൻ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ ഈ ഡോ വെച്ച് കൊടുക്കുകയാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു മാവ് ഇരിക്കുന്നത്. അതിനിപ്പോൾ മേലെ നമുക്ക് കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് മാത്രം നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റാം. ഒരു 10 മിനിറ്റിലേറെ നമ്മൾ ഒരിക്കലും വെക്കണ്ട കേട്ടോ. കാരണം ഇത് കൂടുതലായിട്ട് സോഫ്റ്റ് ആയാൽ നമുക്കിത് കുഴച്ചെടുക്കാനൊക്കെ കുറച്ചൊരു പണിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് മാത്രം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിയാൽ മതി. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ഡോ ഒന്ന് ഈ പാത്രത്തിൽ നിന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് ഈക്വലായിട്ടൊന്ന് കട്ടാക്കിയിട്ട് എടുക്കണം കേട്ടോ. സെൻറ്ററിൽ കൂടി ഈക്വലായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഒരുപോലെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതാ ഈ ഒരു പലകയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഞാൻ ഇതുപോലെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കുറച്ച് ഡോകളായിട്ട് ഇതൊന്ന് കട്ടാക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഞാൻ ചെറിയ 9 കഷ്ണങ്ങളാക്കിയിട്ട് ഇതൊന്ന് എന്താ പറയുക ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഞാനിതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും റെഡിയാക്കിയതിൻ്റെ ശേഷം ഞാൻ ഇതുപോലത്തെ ബോൾസുകളാക്കിയിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ ബോൾസുകളാക്കിയിട്ടാണ് കേട്ടോ നമ്മളിതൊന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് പരത്തിയിട്ടെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ മൈദ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നും ഓരോ പത്തിരിയും ഒന്ന് റെഡിയാക്കിയതിൻ്റെ ശേഷം ഒന്ന് പരത്തി ഇങ്ങനെ വെക്കുന്നുണ്ട്. പരത്തി ഇങ്ങനെ വെക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കുറച്ചധികം തന്നെ കൗണ്ടർ ടോപ്പിൽ മൈദ ഒന്ന് തൂവി കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു ഡോ എടുത്തിട്ട് നമ്മളിത് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് പരത്തി കൊടുക്കട്ടോ. അപ്പോൾ ചെറിയൊരു രീതിയിലാണ് ഒരു 10 സെൻറ്റിമീറ്ററൊക്കെ ഉള്ള രീതിയിലാണ് നമ്മൾ ആദ്യം ഇതൊന്ന് പരത്തിയെടുക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ ബാക്കി ഇതുപോലെ ഒന്ന് റെഡിയാക്കുന്നുണ്ട്. അതിനിപ്പോൾ ഞാൻ ആദ്യം 6 എണ്ണമാണ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഇതിൻ്റെ മേലേക്ക് ഓരോരോ ഈ ഒരു ഇതിൻ്റെ മേളിലായിട്ട് നമ്മൾ ഓയിൽ ഇട്ടാൽ അപ്പോൾ എന്താണ് പറയുക വെജിറ്റബിൾസ് ഓയിലാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ മേലെയായിട്ട് വേണം നമ്മളിതൊന്ന് റെഡിയാക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്.
എന്നിട്ട് ഇതാ നമുക്ക് ഓരോ പൊറോട്ടയുടെയും മുകളിലേക്ക് ഇതുപോലെ ഓരോന്നാക്കിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓയിലാക്കി ആ ഭാഗം മേലേക്ക് ആക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ 6 ഒന്നിച്ചൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ 6 വെച്ചിട്ടാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ. ഇതുപോലെ ഒന്ന് അല്ലാതും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എത്രക്ക് തിന്നാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ അത്രമാത്രം തിന്നായിട്ട് വേണം പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഫ്രൈ പാനിലാണ് കേട്ടോ ഇതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു പാനിൻ്റെ വലിപ്പം എത്രയേ ഉള്ളൂ, അപ്പോൾ അതിനനുസരിച്ച് വേണം എനിക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ആ ഒരു അറ്റത്തെത്തുന്ന ആ സമയത്ത് നമ്മൾ ജസ്റ്റ് മെല്ലെ ഒന്ന് പരത്തി കൊടുക്കാം. സെൻറ്ററിൽ നമുക്ക് കുറച്ച് കട്ടി തന്നെ പരത്തി കൊടുക്കാം. കട്ടിയിൽ എന്ന് വെച്ചാൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ പരത്തി കൊടുക്കാം. അപ്പോൾ ആ ഒരു സൈഡിലൊക്കെ എത്തുന്ന ആ ഒരു സമയത്ത് മെല്ലെ വേണം നമുക്ക് പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനത് അതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം വലുപ്പത്തിൽ തന്നെ ഞാനിത് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാനിതാ ഇതൊന്നൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്രമാത്രം തിന്നായിട്ട് പരത്തിയിട്ടെടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പൊറോട്ട നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഞാൻ ചൂടായ പാനിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായി ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വേഗത്തിൽ നമുക്കിതൊന്ന് റെഡി ആയിട്ട് കിട്ടും. അത്രയും തിന്നായിട്ടാണ് ഇത് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഇതൊന്ന് വേവായാൽ തന്നെ നമുക്ക് ഈ ഒരു പൊറോട്ട കൈ വെച്ചിട്ട് ഇളക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഇതാ ഒരു പൊറോട്ട ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ഞാനിതാ ഇതൊന്ന് ഇതുപോലെ ഒന്ന് വലിച്ചെടുത്താൽ നമുക്കത് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് മറ്റേ സൈഡ് എടുത്തെടുക്കുക, പിന്നെയും മറിച്ചിട്ട് കൊടുക്കുക, മറ്റേ സൈഡ് എടുത്തെടുക്കുക. അങ്ങനെ നമുക്ക് വേഗത്തിൽ തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്കിത് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ളത് കൊണ്ടിട്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇതെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും വേഗത്തിൽ വേഗത്തിൽ നമ്മുടെ ഒരു പൊറോട്ട നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. എൻ്റെ ഇപ്പോൾ ലാസ്റ്റ് 2 ഉള്ളത്. അപ്പോൾ ഈ 2 നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും എത്രമാത്രം തിന്നായിട്ടാണ് നമ്മുടെ ഒരു പൊറോട്ട ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാനിതൊരു 3 പ്രാവശ്യം ആക്കിയിട്ടായിരുന്നു ഈ ഒരു പൊറോട്ട റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് ബാക്കി കൂടി ഞാനിതുപോലെ ഒന്ന് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാൻ എല്ലാതും ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പൊറോട്ട നല്ല തിന്നായിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും ആണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ ഇത് റെഡിയാക്കിയിട്ട് എടുക്കാനും വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ഒരൊറ്റ പരത്തിൽ തന്നെ എല്ലാതും റെഡിയാക്കിയിട്ട് എടുക്കാനും വേഗത്തിൽ ചുട്ടെടുക്കാനും വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് എന്തിൻ്റെയും കൂടെയും അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഞാനിത് മീൻ മുളകിട്ടതിൻ്റെ കൂടെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ. ഓക്കെ ബൈ.